ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ CPMൻ്റെ വീഡിയോ ആയിട്ട് തന്നെയാണ്. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്ന് വണ്ടി ഓടിക്കാനൊന്നും നടക്കുന്നില്ല. നമ്മൾ വെറുതെ വീട്ടിൽ നിൽക്കുന്നൊരു വീഡിയോ ആണ്. വലിയ കണ്ടൻ്റ് ഒന്നും കിട്ടാഞ്ഞപ്പോൾ വെറുതെ എടുത്തതാണ് നമ്മൾ. ഗായ്സ്, ഇവിടെ ഫുഡൊന്നുമില്ല. ടൈം ടേബിൾ ഇരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെയാണ്. ഗ്യാസ് എന്താണ് ഓണാവാത്തത്? ഗായ്സ്, നമ്മുടെ ഗ്യാസ് ഓണാവുന്നില്ല. ഇതെന്തു പറ്റി ഗായ്സ്? ഇത് ഓണാവുന്നില്ല. ഗ്യാസ് തീർന്നെന്നാണ് തോന്നുന്നത്. ഗ്യാസ് തീർന്നു കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ ചെയ്യാം. നമുക്ക് പൈസ കുഴപ്പമില്ല. നേരെ ഒന്ന് ഓർഡർ ചെയ്യാം. നമ്മുടെ ഫോൺ എവിടെയാണ് വെച്ചതെന്ന് മറന്നുപോയി. ഞാനാണെങ്കിൽ ഇവിടെ ഇല്ലെന്നാണ് തോന്നുന്നത്. മണ്ടയ്ക്ക് കയറി നോക്കാം. ഞാൻ മണ്ടയ്ക്കാണ് വെച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നേരെ ഇവിടെ എല്ലാം ഒന്ന് സെർച്ച് ചെയ്യാം. ഇവിടെ ഒന്നും കാണുന്നില്ല ഗായ്സ്. ഞാൻ മണ്ടയ്ക്ക് ജിമ്മിൽ പോയപ്പോൾ അവിടെ കൊണ്ടുപോയെന്നാണ് തോന്നുന്നത്. നമുക്ക് ആദ്യം ഇവിടെ എല്ലാം നോക്കാം, എന്നിട്ട് നമുക്ക് മണ്ടയ്ക്കോട്ട് പോവാം. നമ്മുടെ പൂച്ച ഇവിടെ കിടന്ന് ഉറങ്ങുവാണ്. അതെല്ലാ ദിവസവും ഇവിടെ ഇറങ്ങിനേറ്റ് നടക്കുന്നതാണ്. ഇപ്പോൾ എന്താ പറ്റിയെന്ന് അറിഞ്ഞുകൂടാ. നമ്മുടെ ബെഡ്റൂമാണിത്. ഓക്കെ, നമ്മുടെ PC സെറ്റപ്പ് എല്ലാം മണ്ടയ്ക്കാണ്. ഈ റൂമിലാണ് ഇവിടെ ഇരിക്കുന്നത്. നമുക്കിത് തുറന്ന് ഇതിൻ്റെ അകത്തോട്ട് കയറാം. എന്നിട്ട് ഫോൺ ഇവിടെ എങ്ങാനും ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ ഗായ്സ്, വേണ്ട ഇവിടെ ഒരെണ്ണം ഇരിപ്പുണ്ട്. ബട്ട് ഇത് നമ്മുടെ അല്ല. മീൻസ് എൻ്റെ കംപ്ലൈൻ്റ് ആയിപ്പോയൊരു ഫോണാണിത്. കംപ്ലൈൻ്റ് ആയിപ്പോയതല്ല, ഗെയിം കളിക്കാനായിട്ട് വേണ്ടി മാത്രം വെച്ചേക്കുന്നതാണ്. അതിൻ്റെ അകത്ത് അങ്ങനെ നമ്പരൊന്നുമില്ല. വേറൊരു ഫോണിൻ്റെ അകത്താണ് നമ്പരെല്ലാം ഇരിക്കുന്നത്. വാഷ്റൂമിലോട്ടൊന്നും ഞാൻ കൊണ്ടുപോകാറില്ല ഫോണാണെങ്കിൽ. ഫോൺ വലുതായിട്ട് ഉപയോഗിക്കാറേ ഇല്ല. ഡോറ് തുറന്ന് കിടക്കട്ടെ. നമുക്ക് നേരെ ഇനി മണ്ടയ്ക്കോട്ട് പോകാം. ഓക്കെ, ഇവിടെ കാണുമോ ഗായ്സ്? ഇവിടെ ഇല്ല ഫോൺ. നമുക്ക് ഇവിടെ എല്ലാം നോക്കാം. ഓക്കെ, ഇപ്പോൾ ഗായ്സ്, ഞാൻ ഫോൺ കണ്ടുപിടിച്ച് അവരെ ഒന്ന് വിളിച്ചിട്ട് ഞാൻ വരാം. ഓക്കെ ഗായ്സ്, നമ്മുടെ ഫോൺ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. നേരത്തെ കണ്ടില്ലായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ അവരെ വിളിച്ചപ്പോൾ അവർ പറയുവാണ് നമുക്കിന്ന് ഗ്യാസ് ആർക്കും കൊടുക്കുന്നില്ലെന്ന്. ഗ്യാസിൻ്റെ ഷോർട്ടേജ് ഉണ്ടെന്ന്. ഞാനിപ്പോൾ ഇൻസ്റ്റയിൽ വെറുതെ റീല് നോക്കിയപ്പോഴാണ് ഇപ്പോഴും കണ്ടത്. ഞാൻ നോക്കുന്നില്ലായിരുന്നു, ഇപ്പോഴാണ് കണ്ടത്. ഒന്ന് പുറത്ത് പോയിട്ട് നമുക്ക് ഫുഡും എല്ലാം കഴിക്കാനായിട്ട് നോക്കാം. യൂട്യൂബിലും നോക്കിയായിരുന്നു. അപ്പോഴാണ് യൂട്യൂബിലും തന്നെ കണ്ടത് ന്യൂസ്. നേരെ നമുക്ക് ഇതിലെ വഴി എടുക്കാം വണ്ടി. പാർക്കിലാണ് കിടക്കുന്നത്. അപ്പോൾ ഗായ്സ്, ഞാൻ 50 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിയുമ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞ വണ്ടിയാണ് ഇത്. ഫ്രീ ആയിട്ട് കൊടുക്കുന്ന 3 കാറിൽ ഒരെണ്ണമാണിത്. ഇനി 2 കൂടെ ഉണ്ട്. ഇത് ഗ്യാരേജിൽ കിടപ്പുണ്ട്. ഇനി 5 സബ്സ്ക്രൈബേഴ്സും കൂടെ മതി നമുക്ക് 50 ആകാനായിട്ട്. എപ്പോൾ 50 ആകുന്നോ അപ്പോൾ ഞാനിത് ഒരു റൂം ക്രിയേറ്റ് ചെയ്യും. അതിൻ്റെ അകത്ത് വരുന്ന ആൾക്കാർക്ക് ഇത് കൊടുക്കും. ഇല്ലെങ്കിൽ ഞാൻ വേറെ നോർമൽ സർവറിൽ കയറിയിട്ട് കൊടുക്കും ആയിരിക്കും. ഓക്കെ, നമുക്ക് നേരെ ഇപ്പം മാപ്പ് ലോഡിങ്. നേരെ ഇവിടുന്ന് പോകാം. നല്ല സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. കാരണം വിശന്നിട്ട് കണ്ണു പോലും കാണുന്നില്ല. നല്ല സ്പീഡിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഓക്കെ, 140 150 അടിച്ച്. ഓക്കെ, നമ്മുടെ വഴി ഇവിടെ എങ്ങാണ്ടാണ് ടേൺ എടുക്കുന്ന സ്ഥലം എത്തിയെന്നാണ് തോന്നുന്നത്. നമുക്ക് ഓക്കെ ഗൈസ്, എത്തിയിട്ടുണ്ട്. പതുക്കെ ബ്രേക്ക് പിടിച്ച് നമുക്ക് കയറ്റാകത്തോട്ട്. ഇത് തന്നെ ആയിരുന്നു ആ വഴി. നേരെ അകത്തോട്ട് കയറ്റാം. ഓക്കെ, ഇനി ബ്രിഡ്ജ് കഴിഞ്ഞ് ചെല്ലുന്നത് നമ്മൾ അവിടോട്ട് സിറ്റി 1ലേക്കാണ്. മിക്കവർക്കും അറിയാമായിരിക്കും. ഓക്കെ, നമ്മൾ ഗായ്സ് ഇവിടെ മീൻസ് സിറ്റി 1ൻ്റെ എൻട്രൻസിൻ്റെ അവിടോട്ട് എത്തിയിട്ടുണ്ട്. ഇതുണ്ടെന്നല്ല, എത്തിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, നല്ല സ്പീഡിൽ തന്നെയാണ് തോന്നുന്നത്. 200 അടിച്ചിട്ടുണ്ട് നമ്മുടെ വണ്ടി.
ഓക്കെ ഇതേ താഴോട്ടും പോയി. പിന്നെ അതിൻ്റെ അകത്ത് കിറ്റ് മറ്റേ സ്പോയിലർ കയറ്റിയിട്ടുണ്ട്, ബോണറ്റ് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലെ മറ്റേ ഒരു പിന്നെ ലൈറ്റ് കാണാതിരിക്കുന്ന അത്രയിൽ അത് കയറ്റണമെന്നുണ്ട്. പക്ഷെ അത്രയും കോയിൻ എൻ്റെ ഇല്ല. അതെങ്ങനെങ്കിലും ആക്കിയിട്ട് ഞാൻ കയറ്റുന്നതായിരിക്കും. വഴി മാറിപ്പോയോ എന്നൊരു സംശയം. കുഴപ്പമില്ല, നമുക്ക് ഇവിടെ ഇതിൻ്റെ അകത്തൂടെ കയറി പോകാം. നമുക്ക് അങ്ങോട്ട് ഇവിടെ നമ്മുടെ എയർപോർട്ടിൻ്റെ അകത്തോട്ട് കയറാം. എന്നിട്ട് അതിലം വഴി നമുക്ക് അങ്ങോട്ട് പോവാം. ഗൈസ് നമ്മുടെ എയർപോർട്ടിൻ്റെ എൻട്രൻസ് എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കയറാം. നേരെ വന്ന് കയറ്റാൻ കുഴപ്പമില്ലായിരുന്നു. ഞാൻ നേരെ അങ്ങ് പോകുന്ന പോലായിരുന്നു. അങ്ങനെ സ്പീഡിൽ വന്നത് കാരണം ആണ് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് കയറ്റിയത്. ഓക്കെ അതിലം വഴി നമുക്ക് പോകാം. ചെറിയ ലാഗ് അടിക്കുന്നുണ്ട് നമ്മൾ സിറ്റിയിലോട്ട് വന്നപ്പോൾ. കുഴപ്പമില്ല. നമ്മൾ നമ്മുടെ ഡൊണറ്റിലോട്ട് തന്നെ ആണ് പോകുന്നത്. നമ്മുടെ ഷോപ്പിലോട്ട് നമ്മളിത് ഇവിടെ ടേൺ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡൊണറ്റാണ്. വേണ്ട ഗായ്സ്, മിക്കവാറും നാളെ തുറക്കത്തില്ലായിരിക്കും ഗ്യാസിൻ്റെ ഷോർട്ടേജ് കാരണം. അറിഞ്ഞൂടാ. ഓക്കെ നമുക്ക് നേരെ അകത്തോട്ട് കയറ്റാം വണ്ടി. വണ്ടി നമുക്കിവിടെ പാർക്ക് ചെയ്യാം. ഗായ്സ് ഞാൻ ഇനിയെല്ലാം ഫുഡെല്ലാം ഒന്ന് കഴിച്ചിട്ട് ഇനി വരാം. ഗായ്സ് നമ്മൾ ഫുഡെല്ലാം കഴിച്ച് സെറ്റായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ വലുതായിട്ടൊന്നും കഴിച്ചില്ല. ചെറുതായിട്ട് വിശപ്പൊന്ന് മാറാനായിട്ട് കുറച്ച് കഴിച്ചു. ഗായ്സ് ഇവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ തുറക്കുന്നില്ലെന്നാണ് പറയുന്നത്. നാളെയും പിന്നെ അങ്ങോട്ട് ഗ്യാസ് കിട്ടുന്ന വരെ തുറക്കുന്നില്ലെന്നാണ് പറയുന്നത്. ഓക്കെ നമുക്ക് നേരെ എന്തായാലും ഇതിലം വഴി അങ്ങോട്ട് പോയേക്കാം. 10,000 രൂപ കിട്ടിയിട്ടുണ്ട്. ഓക്കെ നമ്മൾ നേരെ ഇവിടുന്ന് വെറുതെ ഓടിക്കുവാണ് വണ്ടി. ഇപ്പോൾ ഗ്യാസ് ഇല്ലാതിരിക്കുമ്പോൾ വലിയ പ്രശ്നമായിരിക്കും. നമുക്ക് വല്ല കൂട്ടുകാരന്മാരുടെ അടുത്തുനിന്ന് വല്ല ഗ്യാസ് കിട്ടുമോ നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് വേറെ എവിടുന്നെങ്കിലും ഗ്യാസ് എങ്ങനെയെങ്കിലും ഒപ്പിക്കണം നമുക്ക്. ഇല്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല ഇവിടെ. നമ്മൾ എത്ര രൂപ ആണെങ്കിലും ഇറക്കാൻ റെഡിയാണ് ഗ്യാസിന് വേണ്ടിയിട്ട്. നമ്മളിനി ഓക്കെ ഗായ്സ് അപ്പം ഒരു വിശപ്പങ്ങ് തീർന്നിട്ടുണ്ട് നമ്മുടെ. നമുക്കിവിടെ ഒരു മാളുണ്ടായിരുന്നല്ലോ ഇവിടെ നമ്മുടെ പെട്രോൾ പമ്പിൻ്റെ ആ സൈഡിലായിട്ട്. മാളല്ല, ഒരു ചെറിയ ഷോപ്പ്. അവിടോട്ട് പോയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാം. സ്നാക്സ് ഐറ്റംസ് അവിടെ ഫുഡ് കാണും ചിലപ്പോൾ. ഇവിടെ പാഴ്സൽ മേടിച്ചുകൊണ്ട് പോകാം. പിന്നെ രാത്രി വരണ്ടല്ലോ. ഇനി ഉച്ചക്കത്തേക്കും രാത്രിയിലത്തേക്കും വേണ്ടിയിട്ട് മേടിക്കണം. നമുക്ക് ഇങ്ങനെ ഇടാം, അല്ലെങ്കിൽ ഇങ്ങനെ ഇടണോ? ഇങ്ങനെ കയറ്റിയേക്കാം ഗായ്സ്. ഇല്ലെങ്കിൽ സൈഡ് നമുക്ക് നേരെ തന്നെ ഇതാക്കിയിടാം. ഇങ്ങനെ ഇട്ടേക്കാം വണ്ടി. ഇപ്പോൾ ആരും വരാനൊന്നും ഇല്ലായിരിക്കും. ഉണ്ടെങ്കിൽ ഈ സൈഡിൽ വല്ലതും ഇടുമായിരിക്കും ഒരു വണ്ടി. ഓക്കെ നമുക്ക് നേരെ അകത്തോട്ട് കയറാം. ഗായ്സ് ഡോറേ ചെന്ന് ഇടിച്ച്. ഗായ്സ് അവിടെ കുറേ ഫുഡ് ഇരിപ്പുണ്ട് ഇവിടെ. ഓക്കെ നമുക്ക് ഇവിടുന്ന് ഇത് പാഴ്സൽ മേടിച്ചുകൊണ്ട് പോകാം. ഓക്കെ അപ്പുറത്താണ് ഇതിൻ്റെ മാള് വരുന്നത്. മാളല്ല, ചെറിയൊരു ഗ്രോസറി ഷോപ്പ് അങ്ങനെയെല്ലാം പറയുന്ന പോലെ ഇത് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് വല്ല ഫ്രൂട്ട്സോ വല്ല മേടിക്കാം. പിന്നെ സ്നാക്സ് ഐറ്റംസ് വല്ലതും മേടിക്കാം. ഓക്കെ നമുക്കിത് ഇവിടെ ജ്യൂസ് ഐറ്റംസ് എല്ലാം വരുന്നുണ്ട്. നമ്മളിത് ഒരു കൊക്കോകോള ഇവിടെ ഇരിപ്പുണ്ട് നമുക്ക്. ഓക്കെ നമുക്കിത് മേടിക്കാം. ഓക്കെ അപ്പോൾ നമ്മളിത് പുറത്തോട്ട് ഇറങ്ങുവാണ്. അപ്പോൾ ഗായ്സ് ഞാനപ്പോൾ ഈ വീഡിയോ ഇവിടെ ചേർത്താണ്. അപ്പോൾ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.